തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. കൊച്ചിൻ കോർപ്പറേഷന്റെ വോട്ടർ പട്ടികയിൽ മാത്രം 6557 വോട്ടുകളാണ് ഇരട്ട വോട്ടുകളായി ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 24,000-ത്തിലധികം വോട്ടുകളിൽ പരിശോധന നടത്തിയപ്പോൾ 6557 വോട്ടുകൾ അതിനകത്ത് ഇരട്ട വോട്ടുകളാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 12,08,456 വോട്ടുകളിൽ 1,30,000-ത്തിലധികം വരുന്ന വോട്ടുകൾ ഓരോ പേരുകാരോ അല്ലെങ്കിൽ ഓരോ പേരിലെ വീട്ടഡ്രസ്സോ അതുമായി ബന്ധപ്പെട്ട് സാമ്യമുള്ളതോ ആയിട്ടുള്ള ഒന്നാണ്. അതിനകത്താണ് 24,000 ചില്ലാൻ വോട്ടുകൾ ഈ പറയുന്നത് പോലെ ഒരേ പേരുകാരും ഒരേ വീട്ടുകാരും ഒരേ ഏജിലുള്ള ആളുകളും വന്നിരിക്കുന്നത്. 27 ലോക്കൽ ബോഡികളിലാണ് ഞങ്ങൾ ഒരു പരിശോധന നടത്തിയത്. പ്രത്യേകിച്ചും കൊച്ചിൻ കോർപ്പറേഷന്റെ ചുറ്റുവട്ടമുള്ള തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി, വൈപ്പിൻ ഇത്രയും നിയോജക മണ്ഡലങ്ങളിലാണ് അവിടുത്തെ തദ്ദേശ വോട്ടർ പട്ടികയുമായി പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതും കോർപ്പറേഷന്റെ വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഈ 6557 വോട്ട് ഇരട്ട വോട്ടുകൾ. അത് വളരെ കൃത്യമാണ്. ഒരേ പേരുകാർ, ഒരേ വീട്ടഡ്രസ്സ്, അവരുടെ പിതാക്കന്മാരുടെ പേര് കറക്റ്റാണ്, അവരുടെ ഏജും കറക്റ്റാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യസന്ധവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഞങ്ങൾ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അതോറിറ്റിക്ക് ഞങ്ങൾ പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം ഇരട്ട വോട്ടുകൾ ചേരാനുണ്ടായ സാഹചര്യമുണ്ടായത്? മുൻകാലങ്ങളിൽ മറ്റ് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വോട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ വോട്ട് ചെയ്തതിന് ശേഷം കൊച്ചിൻ കോർപ്പറേഷനിൽ വിവിധ ഡിവിഷനുകളിൽ വന്ന് വോട്ട് ചെയ്യുക പതിവാണ്. CPM ആണ് അത്തരത്തിൽ വ്യാപകമായി ബൾക്കായി വോട്ടുകൾ കൊണ്ടുവന്ന് ചേർപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പേര് ചേർക്കാനും നീക്കം ചെയ്യാനുള്ള ഏറ്റവും അവസാനം കിട്ടിയ അവസരം ഈ ഒക്ടോബർ 14-ാം തീയതിക്ക് മുന്നായിട്ടാണ് ഞങ്ങൾ ഈ അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടികയാണ് പരിശോധിച്ചത്. ഒക്ടോബർ 14 വരെ ചേർക്കപ്പെട്ട വോട്ടുകളുടെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഹിയറിംഗ് കൂടി കഴിയുന്നതോടുകൂടി ഇപ്പോൾ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 14 വരെയുള്ള ദിവസങ്ങളിൽ എത്ര വോട്ടുകൾ കൂടി അഡീഷണലായി കൊച്ചിൻ കോർപ്പറേഷനിലും മറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എത്ര കള്ളവോട്ടുകൾ കൂടി ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടും. അത് പിന്നീടുള്ള പരിശോധനയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ് വളരെ കൃത്യമായി ആളുകളെ ഇരുത്തി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 6500-ലധികം വരുന്ന കള്ളവോട്ടുകൾ അത് കണ്ടെത്താൻ സാധിച്ചത്. അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിർദ്ദേശം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുന്നായി വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഉള്ള ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ചേർത്ത് തങ്ങളുടെ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമം CPM എക്കാലത്തും നടത്തുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ വോട്ട് ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. ആ സംശയം ദൂരീകരിക്കാനും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനും ഉള്ളതുകൊണ്ട് അവരത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം.